വിളി കേട്ടറ പുല്ല. നീ എന്നെ തന്തയില്ലാത്ത മക്കളെ എന്റെ മക്കളെ വിളിച്ച മൂന്നിന്റെ അന്ന് നിന്റെ തന്ത പോയില്ലടാ. നിന്റെ തന്തന്റെ തല തെറിച്ചില്ലടാ. അതാടാ പടച്ചോനെ. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ സാജി എന്ന് പറയുന്ന ആ സ്ത്രീയെ സംബന്ധിച്ച് ഇനി ഒരു വ്ളോഗ് ചെയ്യണ്ട, അങ്ങനെയാണല്ലോ നമ്മൾ സ്വാഭാവികമായി ഇനി മതി, ഞാൻ ഇനി ആ വടിക്കില്ല, ഞാൻ ഇനി അത് പറയില്ല, ഇനി അത് ചെയ്യില്ല, അല്ലേ? അങ്ങനെ നമ്മൾ സാധാരണ രീതിയിൽ മതി എന്ന് പറയല്ലേ, നമ്മൾ ഇനി അവനുമായിട്ട് അല്ലെങ്കിൽ അവളുമായിട്ട് ഞാൻ ഒന്നിനുമില്ല, അങ്ങനെ വിചാരിച്ചിരുന്നതാണ് യഥാർത്ഥത്തിൽ. ഇതിലൊരു നന്മയുമില്ല. പക്ഷേ എന്നിരുന്നാലും ഈ പെണ്ണിൻ്റെ ഈ പ്രവൃത്തികളെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കാരണം ഇവൾക്ക് ആണ്, കാരണം അവർക്കൊക്കെ എൻ്റെ ഫോളോവേഴ്സാണ് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഈഗോയാണ് യഥാർത്ഥത്തിൽ. ഇല്ലായ്മയിൽ നിന്ന് അഥവാ യാതൊരു ഗത്യന്തരവുമില്ലാതെ ഭർത്താവ് മരിച്ച് 5 കുട്ടികളെ പുലർത്താനുള്ള പ്രയാസം, മനുഷ്യരുടെ സഹാനുഭൂതികൾ കൊണ്ട് ധാരാളം സഹായങ്ങൾ കിട്ടി. യതീംഖാനയിൽ 2 കുട്ടികൾ പഠിച്ചു. അതോടൊപ്പം തന്നെ തുടർന്നും വലിയ സഹായങ്ങൾ പ്രവാസി ലോകത്ത് നിന്ന് ലഭിച്ചു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? അനാഥ കുട്ടികൾ എന്ന നിലക്കാണ്. പക്ഷേ ഇപ്പം എന്താണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീയുടെ സ്ഥിതി? ഒരു മൃഗം, നമ്മൾ പറയുമല്ലോ മൃഗത്തേക്കാൾ താഴെ എന്ന് പറയുന്ന ഒരു പരിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, ഉലായിക കൽ അൻഹാമി ബൽഹും അല്ലല്ലോ. എത്രമാത്രം മൃഗങ്ങളെക്കാൾ താഴെയായിട്ടുള്ള ഒരു സ്ത്രീ. അത് എന്താ ഞാനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ഉത്തമ സമുദായത്തിൻ്റെ ഒരു പ്രതിനിധീകരിക്കുന്നതാണ് ഈ സ്ത്രീയും. കാരണം ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ മുസ്ലിം തന്നെയാണ്. ഈ മുസ്ലിമായ ഈ പെണ്ണിൻ്റെ ഈ പ്രവൃത്തികൾ ഈ സമുദായത്തെ മൊത്തം ബാധിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പ്രവാചകനായ തിരുനബിയെ ബാധിക്കുന്നു, അതിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ ബാധിക്കുന്നു, വേദഗ്രന്ഥമായ ഖുർആനെ ബാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് കണ്ടില്ലേ, ഈ സമുദായത്തിലെ ആളുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ്, അവരുടെ സ്വഭാവമൊക്കെ എങ്ങനെയാണ് നോക്കണം എന്നല്ലേ എല്ലാവരും ധരിക്കൽ. അങ്ങനെ തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ. എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞവന് തന്തയില്ലാണ്ട് ആയില്ല മുത്തു, എപ്പിടീടാ മുത്തു പോയില്ലടാ, തന്തനെ നെഞ്ഞു ഉരുകി ചത്തിലടാ നിന്റെ തന്ത ഉരുകി. അതോടൊപ്പം തന്നെ ഇതിന്റെ ഗ്യാപ്പിലൂടെ കയറി ഈ മതത്തിനെതിരെ എന്തെല്ലാം പ്രചരിപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ് ഈ ലോകത്തുള്ള മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ. അള്ളാഹു പറഞ്ഞത് വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഭൗതിക നിർമ്മിത പ്രസ്ഥാനങ്ങളും ഈ ദീനിൻ്റെ സെമിറ്റിക് സിസ്റ്റത്തെ അഥവാ ഇതിൻ്റെ ഒരു ഓർഡറിനെ നോക്കണം, ഇതിൻ്റെ ഒരു ഉത്കൃഷ്ട ഭാവത്തെ അവർ വെറുക്കുന്നു. ലോകത്ത് വേറെ എവിടെയും ഈ സെമിറ്റിക് ഇതേ സിസ്റ്റത്തിൽ ലോകത്ത് ദൈവികമായി നിയോഗിക്കപ്പെട്ട ഒരൊറ്റ വ്യവസ്ഥിതിയും ഇന്ന് ഇതേമാതിരി നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വ്യവസ്ഥിതി കൂടെ ഇനി മറ്റു വ്യവസ്ഥിതികളെപ്പോലെ ആക്കി മാറ്റണം എന്നാണ് ഇന്നുള്ള എന്ന് പറയുന്ന യുക്തിവാദികൾ, സമൂഹം തന്നെ അങ്ങനെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോട്ടെ, പക്ഷേ അത് അള്ളാഹു ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഇതിൻ്റെ സംരക്ഷണം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഖിയാമം അഥവാ അവസാന കാലം വരെ അതിൻ്റെ സംരക്ഷണം ഞാനാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളാരും അതിനെ പേടിക്കേണ്ട, അത് അള്ളാഹു കൊണ്ടുപോവുക തന്നെ ചെയ്യും. കുറച്ച് ആളുകളെങ്കിലും അതിൻ്റെ സത്യമാർഗത്തിലൂടെ ജീവിക്കുന്നവരായിട്ട് ലോകത്ത് അവസാന ലോകം വരെ കാണും. പക്ഷേ ഇന്ന് മറ്റൊരു മതവിശ്വാസിക്കും അങ്ങനെ ഒരു സത്യമാർഗം അവരുടെ കൈകളിലില്ല. അപ്പോൾ ഞാനത് പോട്ടെ. ഇപ്പം ഈ സ്ത്രീ പറയുന്നത്, ഞാൻ പറയുമല്ലോ, ഈ സ്ത്രീയുടെ പ്രവൃത്തി കണ്ടാൽ ഞാൻ ആലോചിച്ച് നോക്കിയാണ്. സോഷ്യൽ മീഡിയ തുറന്നാൽ ഈ പെണ്ണിൻ്റെ വാക്കുകളാണ് വരുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അഥവാ ഒരു സെപ്റ്റിക് ടാങ്ക് തുറന്നതുപോലെയാണ് ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ. എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിൻ്റെ വിഷം വമിപ്പിക്കുന്ന അഥവാ ദുർഗന്ധം വമിപ്പിക്കുന്ന, അങ്ങേയറ്റം അരോചകമായ അല്ലെങ്കിൽ അങ്ങേയറ്റം വെറുപ്പുണ്ടാക്കുന്ന, അറപ്പുണ്ടാക്കുന്ന. ഇപ്പം നമ്മൾ ഒരു സെപ്റ്റിക് ടാങ്കിൽ ഇറങ്ങിയാൽ എന്താ പാട്? ആ സെപ്റ്റിക് ടാങ്കിൽ കൈയിട്ട് കാലിട്ട് മുങ്ങിയാൽ പിന്നെ നമ്മൾക്ക് അന്ന് എന്തിനെങ്കിലും പറ്റുമോ എന്നതുപോലെയാണ് ഈ സ്ത്രീയുടെ നാറ്റം അഥവാ ദുർഗന്ധം. അവളുടെ വായയിൽ നിന്ന് വരുന്ന ആ ദുർഗന്ധം എനിക്ക് തോന്നുന്നു ആ സെപ്റ്റിക് ടാങ്ക് അതിൻ്റെ സ്മെല്ലും ദുർഗന്ധവും സഹിക്കാം. അത് ഉദ്ദേശം ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ നല്ല സോപ്പ് വാങ്ങി കുളിച്ചാൽ തീരാവുന്ന ഒരു കേസേ ഉള്ളൂ. പക്ഷേ ഈ സ്ത്രീയുടേത് അങ്ങനെ തീരുമോ?
അങ്ങേയറ്റം നമുക്ക് നിരാശ സമ്മാനിച്ച്. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് എന്ത്, ഇതാ എൻ്റെ പടച്ചോൻ ഇപ്പോൾ അയൽവാസി മരിച്ചിട്ടേ എന്തോ കുറച്ച് ദിവസം മുമ്പ് അയൽവാസിയുമായിട്ടുണ്ടായ ഒരു തർക്കത്തെ തുടർന്നാണ് ഈ അയൽവാസി നീ എത്ര ആൾക്ക് പൊക്കി കാണിച്ചോട്ടെന്ന് ഞങ്ങൾക്കറിയാം. മരിച്ചു പോയിട്ടുള്ള ആ മയ്യത്ത് എടുത്തിട്ടില്ല എന്നാ തോന്നുന്നത്. ആ മയ്യത്ത് എടുക്കുന്നതിന് മുമ്പ് തന്നെ ആ എത്രമാത്രം നല്ല ബന്ധത്തിലും സ്നേഹത്തിലും കഴിയേണ്ടവരാണ് അയൽവക്കം. മുസ്ലിം എന്ന് മാത്രമല്ല, ഇതാ തബഹത്ത മറക്കത്തൻ ഫാക്കിസിർ മാഹ ഒ തഹാഹദ് ജീറാനക്ക, നിന്റെ അയൽവാസിയെ ഓടി വരുമെന്ന് കരുതിയിട്ട് നിന്റെ കറിയിൽ കുറച്ച് വെള്ളം വെച്ചോ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂല്. മാത്രമല്ല സ്വത്ത് പോലും അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത്രമാത്രം അയൽവാസിയോടുള്ള കടമ ഊന്നി പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ പരിശുദ്ധ ഇസ്ലാം. എന്നിട്ടാണ് ഈ പറയുന്ന സ്ത്രീ എന്ത് ചെയ്യുന്നത്, സ്വന്തം അയൽവാസി മരിച്ചിട്ട് ആ മരിച്ച മയ്യത്തിനെ ചീത്ത പറയുന്നു, ആ മയ്യത്ത് എന്തു പഴച്ചു, ആ മയ്യത്തിൻ്റെ ഭാര്യയെ ചീത്ത പറയുന്നു, കുട്ടികളെ ചീത്ത പറയുന്നു. നോക്കണം, എത്ര നമ്മുടെ ശത്രുവാണ് മരിച്ചു പോയതെങ്കിൽ പോലും ഒരിക്കലും നാം അത് പറയരുത് എന്നാണ് എല്ലാ വിശ്വാസങ്ങളും പൊതുമര്യാദയിലും പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും ഓള് പറയുകയാണ് എൻ്റെ പടച്ചോൻ എൻ്റെ വർത്താനം കേട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവളുടെ വർത്താനം കേട്ടാൽ ഈ പടച്ചോൻ ഇവളുടെ കൊട്ടേഷൻ അഥവാ ഒരു കൊട്ടേഷൻ സംഘത്തിലെ പ്രധാനിയാണ് യഥാർത്ഥത്തിൽ പടച്ചോന്. സാജിദായുടെ കൊട്ടേഷൻ സംഘത്തിൻ്റെ എന്താ പറയുക നേതൃത്വം വഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഇപ്പോഴത്തെ പടച്ചോന്. അപ്പോൾ ഇവൾ എന്തൊക്കെയാണോ ആരൊക്കെയാണോ കൊല്ലേണ്ടത്, ആരൊക്കെയെ ഇല്ലാണ്ടാക്കണം, ആരൊക്കെയെ ആട്ടിപ്പായിക്കണം, ഇതൊക്കെ ഉമ്മാനെ ആട്ടിപ്പായിച്ചു കൊടുത്തു. എന്താ വെച്ചാൽ അവൾ ചോദിക്കുന്നത് മുഴുവൻ അങ്ങനെയാണ്. ഇമ്മാക്ക് എതിരെ പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയും കേട്ടു പടച്ചോന്ന് പറഞ്ഞ് ഇത്തരത്തിലത് കേൾക്കാൻ കുറേ ആളുകളും ഉണ്ടല്ലോ മുത്തുമണികളെ എന്ന് പറഞ്ഞ മാതിരി. ഞാൻ അതാണ് ആലോചിക്കുന്നത്. പിന്നെ അയൽവാസിയെ മരിപ്പിക്കുന്നത് അള്ളാഹുവാണെന്ന് ഓൾക്ക് വിശ്വാസമുണ്ട്. പക്ഷേ അത് ഓള് പറഞ്ഞതാണത്രേ ഇവനാണ്ട് ബാഗാണ്ട് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അതോടുകൂടെ ഓൾക്ക് ശത്രുതയുള്ള ആളുകളെ ആ കൊട്ടേഷൻ അപ്പം തരും. പിന്നെ എത്ര എളുപ്പമാണ്, നമ്മൾക്ക് ലോകത്ത് ഒരു പ്രശ്നവുമില്ല, എല്ലാ കൊട്ടേഷനും നിൻ്റെ ഇഷ്ടപ്രകാരം ഏറ്റെടുത്ത് നടത്താൻ ഒരു പടച്ചോനുണ്ടെങ്കിൽ അത് നല്ലാത്തൊരു പടച്ചോൻ തന്നെ ആകുമല്ലോ. എന്നാൽ ഓള് ആ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഈ പടച്ചോൻ. ആരോടൊക്കെ അവൾക്ക് വെറുപ്പുണ്ടോ, ഇവിടെ എന്തൊക്കെയാണോ അടുത്തടുത്ത് സംഭവിക്കേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെ അവൾ പടച്ചോനോട് പറയണം. അപ്പോൾ ഉടനെ തന്നെ പടച്ചോൻ നേരിട്ട് സംഘാംഗങ്ങളുണ്ടോ അതോ ഒറ്റക്ക് പോയിട്ട് അവൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനെ അവളെ സന്തോഷിപ്പിക്കുകയാണ്. അതാണ് പറയുന്നത് എൻ്റെ പടച്ചോൻ എന്ന് അവൾ എപ്പോഴും ഊന്നി പറയുന്നുണ്ട്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. തന്ത ഇല്ലാണ്ടായില്ലേ, പടച്ചോൻ എന്റെ വിളി കേട്ടു. എന്റെ പടച്ചോൻ എന്റെ വിളി കേട്ടറ പുല്ല. നീ എന്നെ തന്തയില്ലാത്ത മക്കളെ എന്റെ മക്കളെ വിളിച്ച മൂന്നിന്റെ അന്ന് നിന്റെ തന്ത പോയില്ലടാ, നിന്റെ തന്തന്റെ തല തെറിച്ചില്ലടാ. അതാടാ പടച്ചോനെ. അവിടെ അയൽവാസി മരിച്ചിട്ട് ആ മയ്യത്ത് എടുക്കും മുമ്പ് തന്നെയാണ് ഇവിടെ ഈ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരിച്ച ആളെയാണ് പറയുന്നത്. എന്തു സങ്കടകരമാണ്. കാരണം എന്താ വെച്ചാൽ കുറച്ച് മുമ്പ് എന്തോ ഒരു വഴക്ക് ആ അയൽവാസികൾ തമ്മിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. സാധാരണ രീതിയിൽ അയൽവാസികളുമായിട്ട് ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടാവും, അതൊന്നും ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. മനുഷ്യരാണ്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില വർത്തമാനങ്ങൾ ഉണ്ടാവാം. മനുഷ്യന്മാർ എല്ലാവരും അത്ര വിശാല മനസ്കരൊന്നും അല്ലല്ലോ. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അയൽവാസിയുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു തേങ്ങ വീണാൽ മതി ആ സ്ത്രീയുടെ പറമ്പിലേക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇല വീണാൽ ആ സ്ത്രീ എന്നെ ആക്ഷേപിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ അവൻ ഞാനെന്ത് ചെയ്യും, ഞാനൊന്നും മിണ്ടൂല, ആ തേങ്ങ എടുത്തിടും. അവൾ എന്നെ പ്രകോപിപ്പിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ ഞാനതിന് പ്രതികാരമൊന്നും പറയാറില്ല. അതുകൊണ്ട് അങ്ങനെ നിന്നു പോവുകയാണ്. മാത്രമല്ല അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവളെ സഹായിക്കേണ്ട അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ തയ്യാറാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളെ ഇങ്ങോട്ട് വെറുപ്പിച്ചവരാണെങ്കിൽ പോലും, നമ്മളെ ഇങ്ങോട്ട് തെറി പറഞ്ഞവരാണെങ്കിൽ പോലും, നമ്മളെ ഉപദ്രവിച്ചവരാണെങ്കിൽ പോലും നമ്മളെ അയൽവാസികളാണ് എന്ന നിലയ്ക്ക് നമുക്ക് അതിൽ ബാധ്യതയും കടമകളുമുണ്ട്. അള്ളാഹുവിൻ്റെ തിരുമേനി, അതാണ് നമ്മുടെ ലീഡർ. ആ ലീഡർ യുദ്ധത്തിന് തിരഞ്ഞെടുക്കുന്ന യോദ്ധാക്കളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഉമ്മയോട് എങ്ങനെ പെരുമാറി, ഉപ്പയോട് എങ്ങനെ പെരുമാറി, പിന്നെ ചോദിക്കുന്നത് അയൽവാസിയോട് എങ്ങനെ പെരുമാറിയെന്നാ. ഒരു സഹാബി പറഞ്ഞു, ഞാൻ അയൽവാസിയുടെ
പറമ്പിലേക്ക് മൂത്രമൊഴിച്ചു. ഇന്നത്തെ മാതിരി മതിൽക്കെട്ടുകളൊന്നും വളഞ്ഞു നിൽക്കുന്ന കാലമല്ല അറബികൾ. അവർ ചെറിയ ചെറിയ വീടുകളുമായിട്ട് ഇങ്ങനെ നമ്മുടെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന പറമ്പ് പോലെ തന്നെ അതിന് പ്രത്യേക അതിർത്തിയും അതിലൊന്നുമില്ല. ചെറിയ 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 ബോർഡർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നമ്മളൊക്കെ മണ്ണ് കൊണ്ടൊക്കെ ഇട്ട പോലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അതിർവക്കത്തിരുന്ന് നമ്മുടെ കുട്ടികളൊക്കെ അയൽവാസിയുടെ പറമ്പിലേക്കൊക്കെ മൂത്രമൊഴിക്കുന്ന ഒരു സംഭവമുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നീ ആ യുദ്ധത്തിന് പങ്കെടുക്കേണ്ട, അള്ളാഹു പരീക്ഷിക്കും, അയൽവാസിയോടുള്ള കടമ നിർവഹിക്കുന്നതിൽ നിനക്ക് ഫാൾട്ട് പറ്റിയിട്ടുണ്ട്, പശക്ക് പറ്റിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്രമാത്രം അയൽവാസിയെ മങ്കാന യൂമിനു ബില്ലാഹി ഫൽ യുക്രിം ജാറുഹു തിരുമേനി പറഞ്ഞതാ. നിങ്ങളുടെ അയൽവാസി അള്ളാഹുവിനും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അയൽവാസിയെ ബഹുമാനിക്കട്ടെ. നോക്കണം. അപ്പം അയൽവാസിയുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അപ്പം തന്നെ പറഞ്ഞു തീർക്കണം. സത്യനിഷേധികൾ പോലും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ. അള്ളാഹുവിൻ്റെ റസൂൽ മുസ്ലിങ്ങളാവണമെന്നല്ല അയൽവാസിയെക്കുറിച്ച് പറഞ്ഞത്. തിരുമേനി അയൽവാസിയായിട്ടുള്ള ജൂതനോട്, ക്രിസ്ത്യാനിയോട്, മജൂസിയോട് എല്ലാവരോടും നല്ല ബന്ധമാണ് സൂക്ഷിച്ചിരുന്നത്. ആലോചിച്ച് നോക്കൂ. അത് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കേട്ട് വളരേണ്ടതിന് പകരമായിട്ട് ഈ സ്ത്രീ ഈ മതത്തിന് പോലും പരിക്കേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അനുദിനം. ഞാൻ പറയുന്നത് യൂട്യൂബ് ഇത് കാണുന്നില്ല എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബിൽ ഇവരുടെ ചപ്പ് ചവറ് മുഴുവനും കൊടുന്ന് വലിച്ചിടാം. ഇതൊരു സെപ്റ്റിക് ടാങ്ക് പോലത്തെ സംഗതിയാണ് ഈ പ്ലാറ്റ്ഫോം എന്ന് ഈ പറയുന്ന ഇത്തരത്തിലുള്ള മോശ സ്ത്രീകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി. ഇതിന് നിങ്ങൾ നാട്ടുകാരല്ലേ ഇതിനൊക്കെ ഒരു കൈകാര്യം ചെയ്യേണ്ടത്? ആലോചിച്ച് നോക്കൂ. ഈ നാട്ടുകാർ, എനിക്ക് തോന്നുന്നു അവിടെയുള്ള നാട്ടുകാർ എത്രമാത്രം എന്താ പറയുക, ദുർബലരെന്നോ അതോ അവർ കടമകൾ നിർവഹിക്കാത്തവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ ഇതുകൂടെ ഒന്ന് കണ്ടു നോക്കൂ. കഞ്ചാവടിയ നീ കണ്ട എസ് ഐമാരുടെയും ബാക്കിയുള്ളവരുടെയും പുല്ല നീ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിലേ നിന്റെ കയ്യിലോടെ ആണുങ്ങളെ വളർത്തണ്ട, ആമ്പിള്ളേരെ വളർത്തണ്ട. തല്ലണ്ട പ്രായമാകുമ്പോ തല്ലിക്കോടെ നിന്നെ വെല്ലുക. ഇങ്ങനെ 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 വിളിക്കണ്ടാ നായിന്റെ മോനെ. അപ്പൊ എന്തായെന്ന് ചോദിച്ചാൽ ഇപ്പൊ വേറെ ഒന്നുണ്ട്. ഇപ്പൊ അവള് വേറെയും ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സിനാൻ എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞു ഉമ്മയെ ആട്ടിപ്പായിച്ചു, അയൽവാസി മരിച്ചിട്ട് ചീത്ത പറഞ്ഞു, അയൽവാസിയോട് തെറ്റ്, ഇതിനേക്കാളൊക്കെ സങ്കടകരമായിട്ടുണ്ട്. സ്വന്തം സഹോദരനാണ്, ഉമ്മയുടെ അനുജത്തിയുടെ മകൻ എന്ന് പറഞ്ഞാൽ ആരാ? ആങ്ങളെയാണ്. ആ ആങ്ങളയെ പറ്റി പറയുന്ന തെറികൾക്ക് ഒരു കണക്കുമില്ല. ആലോചിച്ച് നോക്കൂ. സ്വന്തം സഹോദരനാണ്. ആ സഹോദരനോട് പറയുന്നു, നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യപ്പെടാം, ഇല്ലാതാവാം, അതിൻ്റെ വരുമാനം നിലക്കാം, ആളുകൾ കാണാതായ 10 പൈസ കിട്ടില്ല. മൂഷിക സ്ത്രീ, പണ്ട് മൂഷിക സ്ത്രീ എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയ മൂഷിക സ്ത്രീയുടെ കഥ പറയുന്നുണ്ട് പഞ്ചതന്ത്ര കഥയിൽ. ആ പഞ്ചതന്ത്ര കഥയിൽ മൂഷിക സ്ത്രീ ഒരു വലിയ രാജ്ഞി പോലെ ആയപ്പോൾ അവളുടെ സ്വഭാവമൊക്കെ മാറിയതുപോലെ ഈ സ്ത്രീക്ക് ഇപ്പോൾ ഈ സ്വഭാവങ്ങളൊക്കെ നോക്കണോ, അള്ളാഹു പരീക്ഷിക്കുകയാണ്. അല്ലാതെ അവളുടെ കൊട്ടേഷൻ സംഘം ഏറ്റെടുത്തു അവൾക്ക് തോന്നുകയാണ്. സത്യത്തിൽ അള്ളാഹു പരീക്ഷിക്കുക. എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റില്ല. ഒരൊറ്റ ഇടലായിരിക്കും നിലത്തേക്ക്. അപ്പോൾ ഈ 200 സബ്സ്ക്രൈബറും ഉണ്ടാവില്ല, 200 കാശും ഉണ്ടാവില്ല കയ്യിൽ, ചില്ലിക്കാശും ഉണ്ടാവില്ല. 200 സബ്സ്ക്രൈബറും 200 ചില്ലിക്കാശും കയ്യിലില്ലാതെ പഴയ മൂഷിക സ്ത്രീ എന്ന പോലെ തന്നെ പഴയ അവസ്ഥയിലേക്ക് മടക്കുന്നതിന് അള്ളാഹുവിന് ഒരു പണിയുമില്ല എന്ന് ഈ പെണ്ണ് ചിന്തിക്കുന്നില്ല. കാരണം ഇപ്പോൾ കൊട്ടേഷൻ സംഘത്ത് തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ പടച്ചോനാണ് ആ കൊട്ടേഷൻ്റെ ലീഡർ. തനിക്ക് എന്ത് ഇഷ്ടമുണ്ടോ തൻ്റെ തൻ്റെ അഭിരുചിക്കനുസരിച്ച് കാര്യങ്ങൾ മുഴുവൻ നടത്തുന്ന പടച്ചോൻ എന്നാണ് ഈ പെണ്ണ് ധരിച്ചു വെച്ചിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. എന്ത് തന്നെയായാലും വല്ലാത്ത ഒരു സങ്കടകരമായി ഇതിന് നാട്ടുകാരോ അഥവാ നിയമം നോക്കുകുത്തിയായിരിക്കുന്നു. അവിടെ പോലീസൊന്നും ചെയ്യാൻ കഴിയുന്നില്ലേ? ആലോചിച്ച് നോക്കുക. ആരും ഇവൾക്കെതിരെ ഒരു പരാതി കൊടുക്കുന്നില്ലേ? പരാതി കൊടുത്തിട്ട് സാജിദയെ സംബന്ധിച്ചുള്ള പരാതിയല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കലല്ലോ. അതും സഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സഹോദരന്മാരെ, പരിസരവാസികളെ നിങ്ങൾ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാതെ പരസ്പരം ഇതിന് ശാശ്വതമായ പരിഹാരം എന്ന നിലയ്ക്ക് നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു ജുഡീഷ്യൽ കോടതിയെ സമീപിക്കൂ. അതല്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടുക. നാട്ടിലെ ആളുകളിൽ എന്ത് തന്നെ ആയാലും, ഇവളിപ്പോൾ എത്ര വലുതായാലും ഒരു മഹല് അല്ലെങ്കിൽ നാട്, എനിക്ക് മഹല് പ്രശ്നമല്ല, ഒക്കെ ആണെങ്കിൽ തന്നെ ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ രാജ്യത്ത്. ഓരോരുത്തരും അവരവൻ്റെ കഞ്ഞിവെള്ളം കുടിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കൂ സഹോദരന്മാരെ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.